ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹം തന്നെയായ നല്ല ദൈവമേ, ഈ കൃപയുടെ അഭിഷേകത്തിൻ്റെ നിമിഷത്തെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, വചന ശുശ്രൂഷയിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ആവശ്യമുള്ള വചനം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന ഈ സ്ഥലത്തിന് മുകളിൽ സ്വർഗം തുറന്ന് സ്വർഗത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ വരദാനങ്ങൾക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിൻ്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ, വേലികെട്ടണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവസന്നിധിയിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അമ്മയുടെ വലിയ മാധ്യസ്ഥ ശക്തിയോട് ചേർന്ന് ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ കർത്താവിൻ്റെ തിരുക്കുരിശിൻ്റെ താഴെ ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ്, ഞാൻ അനേക വർഷങ്ങളായി ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവം നടത്തിത്തരാത്തത്? അല്ലെങ്കിൽ ഒത്തിരി ലേറ്റായിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത്? അനേകം ആളുകൾ അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ വന്ന് ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണിത്. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ വേണ്ടി, എൻ്റെ മക്കൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടി, എൻ്റെ രോഗത്തിൽ നിന്ന് പരിപൂർണ രോഗസൗഖ്യത്തിന് വേണ്ടി, ഒരു വീട് പണിയാൻ വേണ്ടി, അനേക കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപവസിച്ച് ഞാൻ അനേക വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു. ഞാൻ പോകാത്ത പള്ളികളില്ല, നേരാത്ത നേർച്ചകളില്ല, കയറി ഇറങ്ങാത്ത ധ്യാന കേന്ദ്രങ്ങളില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വളരെ താമസിച്ച് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കിട്ടുന്നത്? പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളിൽ പലരെയും അസ്വസ്ഥപ്പെടുത്തുന്ന, നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം, നമ്മൾ ചെറിയ വയസ്സ് മുതൽ വായിച്ച് കേട്ട് പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് കാനാനിലെത്താൻ മരുഭൂമിയിൽ കൂടെ 40 വർഷം യാത്ര ചെയ്തു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് വേദപാഠ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. 40 വർഷത്തെ പ്രയാണമാണ്, 40 വർഷത്തെ യാത്രയാണ് ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനം കാനാനിലെത്താൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. സാധാരണ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ സാധാരണ നടക്കുന്ന സ്പീഡിൽ നടന്നാൽ ഈജിപ്തിൽ നിന്നും കാനാനിലെത്താൻ വെറും 3 ദിവസം മതി. ഈജിപ്തിൽ നിന്നും സാധാരണ സ്പീഡിൽ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ നടന്നാൽ 3 ദിവസം കൊണ്ട് കാനാനിലെത്താം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, ദൈവം എല്ലാം സാധ്യമാണ്. ഈ ദൈവത്തിൻ്റെ ഈ സാധ്യതകൾ ഉപയോഗിച്ച് വേണമെങ്കിൽ ദൈവത്തിന് ഈ 3 ദിവസത്തെ യാത്രയെ 1 ദിവസമാക്കി മാറ്റാമായിരുന്നു. പക്ഷെ ദൈവം ചെയ്തത് മറിച്ചാണ്. ദൈവം ചെയ്തത് ഈ 3 ദിവസത്തെ യാത്രയെ 40 വർഷമാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പലർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ്, ഇത് എന്താണ് ഈ ദൈവം ഇത്രയും ഇവരെ ഈ മരുഭൂമിയിൽ കൂടെ ഇട്ട് അലച്ച് ഉലച്ച് കൊണ്ടുപോകാൻ കാരണം? പ്രിയപ്പെട്ടവരെ, പുറപ്പാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 17-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്തീനയുടെ ദേശത്തു കൂടിയുള്ള വഴിയായിരുന്നു എളുപ്പമെങ്കിലും അതിലെ അല്ല ദൈവം അവരെ നയിച്ചത്. കണ്ടോ, ഒരു കുറുക്ക് വഴി ഉണ്ടായിരുന്നു. എങ്ങോട്ട്? കാനാനിലേക്ക്. എവിടുന്ന്? ഈജിപ്തിൽ നിന്ന്. ഫിലിസ്തീനയുടെ ദേശത്ത് കൂടെ ഈജിപ്തിൽ നിന്നും കാനാനിലേക്ക് ഒരു കുറുക്ക് വഴി ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം അവരെ ആ കുറുക്ക് വഴിയിൽ കൂടെ കൊണ്ടുപോയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് മനസ്സുമാറി ജനം ഈജിപ്തിലേക്ക് മടങ്ങിയേക്കുമെന്ന് അവിടുന്ന് വിചാരിച്ചു. അതാണ് കാരണം.
അപ്പോൾ കുറുക്ക് വഴി ഉണ്ടായിരുന്നു. ദൈവം എന്തുകൊണ്ടാണ് ഈ ജനത്തെ കുറുക്ക് വഴിയിൽ കൂടെ കൊണ്ടുപോകാഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണം ബൈബിൾ പറയുന്നു. ജനം വഴിയിൽ യുദ്ധങ്ങൾ വരുമ്പോൾ പേടിച്ച് അവർ തിരിഞ്ഞോടും. ഈ 3 ദിവസത്തെ യാത്രയുള്ള ഈ ഫിലിസ്തീനയുടെ നാട്ടിൽ കൂടെ പോയാൽ ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ഇവരെ മരുഭൂമിയിൽ കൂടെ നയിച്ച്. എന്നിട്ട് വചനം പിന്നെയും പറയുന്നു, 18 മുതലുള്ള വാക്യങ്ങൾ. ദൈവം ജനത്തെ മരുഭൂമിയിലൂടെയുള്ള വഴിയെ തിരിച്ചുവിട്ട് ചെങ്കടലിന് നേരെ നയിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 3 ദിവസത്തെ യാത്ര, 40 വർഷം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനം, ദൈവം പറഞ്ഞതനുസരിച്ച് ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവർ, പ്രിയപ്പെട്ടവരെ, 3 ദിവസത്തെ യാത്രയെ ദൈവം 40 വർഷമാക്കി മാറ്റി. ഇതൊന്നും ചുമ്മാ അല്ല. നമ്മൾ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലാണ് ഈ ചുമ്മാ എന്ന് പറയുന്നത്. എന്താ ചെയ്യുന്നത് ചേട്ടാ? ചുമ്മാ ഇരിക്കുക, അല്ലെങ്കിൽ ചുമ്മാ നടക്കുക, ചുമ്മാ കിടക്കുക. നമ്മൾ പറയണ ദൈവത്തിൽ ഈ ചുമ്മാ ഇല്ല. ദൈവം എന്തു ചെയ്താലും അതിനൊരു വലിയ പദ്ധതിയുണ്ട്, അതിനൊക്കെ ഒരു പ്ലാനുണ്ട്, അതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. അപ്പോൾ ദൈവം ഈ ജനത്തെ മരുഭൂമിയിൽ കൂടെ 40 വർഷം നയിച്ചെങ്കിൽ അതിനൊരു വലിയ ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു വലിയ കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ 450 വർഷമാണ് അടിമത്തത്തിൽ കഴിഞ്ഞത്. ഏകദേശം 10 തലമുറകൾ ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞു. നമുക്കറിയാം, ഈ ഇസ്രായേൽ ജനം അടിമത്തത്തിൽ കഴിഞ്ഞ കാലം മുഴുവൻ 10 തലമുറകൾ അവർ ഈജിപ്തിൽ ചെയ്ത പണി എന്തെന്ന് ചോദിച്ചാൽ ഇഷ്ടിക ഉണ്ടാക്കുന്ന പണിയാണ്. വേറെ ഒന്നും അവർ ചെയ്തിട്ടില്ല. അവിടെ വേറെ ഒരു പണി ജനത്തിന് അറിയാനും പാടില്ല. ഇഷ്ടിക ഉണ്ടാക്കുന്ന പണി മാത്രം. കാരണം ഇത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു. 10 തലമുറകളായി അവർ ചെയ്യുന്ന പണിയാണ് ഇഷ്ടിക ഉണ്ടാക്കുന്ന പണി. വേറെ ഒന്നും ഇവർക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ്, അതാണ് ഈ ജനത്തിൻ്റെ അവസ്ഥ. ഈ ജനത്തെ ഈജിപ്തിൽ നിന്നും കാനാനിലേക്ക് പുറത്തു കൊണ്ടുവരുമ്പോൾ പോകുന്ന വഴിയിലൊക്കെ യുദ്ധം ചെയ്യേണ്ടി വരും. ദൈവത്തിന് അറിയാതെ ഒരു കത്തി പിടിക്കാനോ ഒരു തോക്ക് പിടിക്കാനോ ഒന്ന് കാഞ്ചി വലിക്കാനോ ഒന്നും അറിയാൻ പാടില്ലാത്ത ജനമാണിവർ. അപ്പോൾ കുറുക്കു വഴി കൂടെ കൊണ്ടുപോയാൽ യുദ്ധം വരുമ്പോൾ ഇവർ ഓടി പേടിച്ച് പുറകോട്ട് തിരിഞ്ഞു വരും. മരുഭൂമിക്കൊരു പ്രത്യേകതയുണ്ട്. 4 വശവും ഒരുപോലെയാണ്. എങ്ങോട്ട് നോക്കിയാലും മണൽ മാത്രം. വഴി മനസ്സിലാകില്ല. ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാകും. മരുഭൂമി കൂടെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. മരുഭൂമിയിൽ വഴി കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. വഴി തെറ്റി അനേകം ആളുകൾ മരുഭൂമിയിൽ അലഞ്ഞു നടക്കാറുണ്ട്. കാരണം എവിടെ നോക്കിയാലും ഒരുപോലെ തോന്നും. അപ്പോൾ ജനത്തെ ദൈവം എന്തിനാണ് മരുഭൂമിയിൽ കൂടെ കൊണ്ടുപോയതെന്ന് ചോദിച്ചാൽ ഒരിക്കലും അവർ തിരിച്ചു പോകരുത്. കാരണം ഇവർക്ക് വഴി തെറ്റിപ്പോണം. കാരണം ഈ കാനാനിലേക്കുള്ള യാത്രയിൽ അനേക പ്രതിസന്ധികൾ വരും. വെള്ളമില്ലാതെ വരും, ഭക്ഷണമില്ലാതെ വരും, യുദ്ധങ്ങൾ വരും, രോഗങ്ങൾ വരും, മരണം സംഭവിക്കും. എന്ത് സംഭവിച്ചാലും ഒരിക്കലും ഇവർ പിന്തിരിഞ്ഞ് പഴയ അടിമത്തത്തിലേക്ക് പോകാൻ പാടില്ല. അതായിരുന്നു ദൈവത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ദൈവം ഇവരെ വഴി തെറ്റിപ്പോകുന്ന ഈ മണലാരണ്യത്തിലൂടെ നയിച്ചത്. 1. രണ്ടാമത്തെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവർ, ഈ ജനം, ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ജനം, ഇഷ്ടിക മാത്രം ഉണ്ടാക്കി പരിശീലിച്ച ജനം. അപ്പോൾ യുദ്ധങ്ങൾ വരുമ്പോൾ യുദ്ധം ചെയ്യാനുള്ള ശക്തി, ഒരു ട്രെയിനിങ് ഇവർക്ക് കൊടുക്കണം. അതാണ് ദൈവം മരുഭൂമിയിൽ ചെയ്തത്. ഈ വചനത്തിൻ്റെ അവസാനം 18ൻ്റെ അവസാനത്തെ വാക്യം പറയുന്നു, ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് പോയത് അവർ ആയുധധാരികളായിട്ടാണ്. ഇഷ്ടിക ഉണ്ടാക്കിക്കൊണ്ടിരുന്ന 450 വർഷം ഈ ഈജിപ്തിൽ ഇഷ്ടിക ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ജനം മരുഭൂമിയിലെ 40 വർഷത്തെ പ്രയാണം ഇവരെ യുദ്ധസന്നദ്ധരാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരുഭൂമിയിലെ 40 വർഷത്തെ കഠിനമായ ജീവിത സാഹചര്യങ്ങൾ ഏത് കഠിനമായ ജീവിത സാഹചര്യങ്ങളോടും നേരിട്ട് ജീവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവരെ ശക്തിയുള്ളവരാക്കി മാറ്റി. നമുക്കറിയാം, മിലിറ്ററിയിൽ പോലീസിലൊക്കെ എടുക്കുന്നത് ഒരു 20 വയസ്സിനും 25-30 വയസ്സിനും ഇടയ്ക്കുള്ളവരെയാണ്. 60 വയസ്സുള്ളവരെയൊന്നും പോലീസിലോ മിലിറ്ററിയിലൊന്നും എടുക്കുകയില്ല. അപ്പോൾ ഈ 40 വർഷത്തെ പ്രയാണത്തിന് ശേഷം യുദ്ധസന്നദ്ധരായി പുറത്തു വന്ന ഒരു 30 വയസ്സ്, 35 വയസ്സ്, 25 വയസ്സൊക്കെയുള്ള ചെറുപ്പക്കാർ മുഴുവൻ ജനിച്ചത് മരുഭൂമിയിലാണ്. പണ്ട് ഈജിപ്തിൽ നിന്ന് പോകുന്നവരെല്ലാം ഈ മരുഭൂമിയിൽ മരിച്ചുപോയി. ആരും ഇപ്പോൾ കൂടത്തിലില്ല. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ്. ഈ മരുഭൂമിയുടെ പ്രത്യേകത നമുക്കറിയാം. വളരെ കഠിനമായ ജീവിത സാഹചര്യങ്ങളാണ്. കഠിനമായ തണുപ്പ് രാത്രി, പകൽ കഠിനമായ ചൂട്, കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ, വസ്ത്രമില്ലാത്ത അവസ്ഥ, ഭക്ഷണമില്ലാത്ത അവസ്ഥ,
അങ്ങനെ അനേകം കഠിനമായ ജീവിത സാഹചര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് ഈ കാനാനിലേക്ക് എത്തിച്ചേർന്ന ജനം ഇവരെല്ലാം ഈ മരുഭൂമിയിൽ ജനിച്ചു വളർന്നവരാണ്. കഠിനമായ ജീവിത സാഹചര്യങ്ങൾ പോരാടിയവരാണ്. ഇവരിപ്പോൾ നല്ല കരുത്തും ശക്തിയുള്ളവരായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ ഒരു വലിയ പ്ലാനായിരുന്നു. വന്ന വഴിക്കുണ്ടായിരുന്ന മുഴുവൻ രാജ്യങ്ങളോടും യുദ്ധം ചെയ്ത് വിജയം നേടിയാണ് ഇവർ കാനാനിലെത്തുന്നത്. കാരണം അതിന് അവരെ സഹായിച്ചത് ഈ മരുഭൂമിയിലെ ജീവിതവും വാസവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദര, സഹോദരി, നിൻ്റെ ജീവിതത്തിൽ അനേക വർഷങ്ങളായി നീ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ കാത്തിരുന്നിട്ട് നിനക്ക് കിട്ടാതിരിക്കുന്നു. ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ടെന്ന് മനസ്സിലാക്കിക്കും. ചില കാര്യങ്ങൾ നീ പ്രാർത്ഥിക്കുന്ന ഉടനെ കിട്ടിയാൽ അതിനെ സ്വീകരിക്കാൻ മാത്രമുള്ള യോഗ്യത ചിലപ്പം, അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള ആ ഒരു അവസ്ഥ ചിലപ്പോൾ നിനക്കുണ്ടാകില്ല. അതുകൊണ്ടാണ് പലതിനെയും ദൈവം താമസിച്ച് തരുന്നത്. ഞാൻ ഉദാഹരണം പറയട്ടെ. പ്രിയപ്പെട്ടവർ, നിങ്ങളൊന്ന് ചോദിച്ചേ, നിങ്ങളുടെ അപ്പം വലിയ പണക്കാരനാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു മെഴ്സിഡസ് ബെൻസ് കാർ ചോദിച്ചാൽ മേടിച്ചു തരാൻ കഴിവുള്ള ആളാണ് നിങ്ങളുടെ അപ്പൻ. നിങ്ങൾ ചോദിക്കുന്നു, അപ്പം മേടിച്ചു തരുന്നു. അതിനകത്ത് യാതൊരു പ്രത്യേകതയില്ല. എന്നാൽ നിങ്ങളുടെ അപ്പൻ ഒരു തീരെ പാവപ്പെട്ട ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ 20 വയസ്സുണ്ട്. നിങ്ങൾ അപ്പനോട്, അപ്പാ എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് ഒരു പഴയ ഒരു ബൈക്ക് വാങ്ങിച്ചു തരാമോ? ചോദിച്ച് ഏകദേശം 2 വർഷത്തോളം നിരന്തരം ചോദിച്ചിട്ട് അമ്മയുടെ ഒത്താശയോടുകൂടെ അവസാനം അപ്പൻ നിങ്ങൾക്കൊരു സെക്കൻഡ് ഹാൻഡ് ഒരു പഴയ ബൈക്ക് വാങ്ങിച്ചു തന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആ ബൈക്ക് എന്തുമാത്രം കരുതലോടെ തന്നെ കാണും. എന്നും അത് തുടച്ച് വൃത്തിയാക്കി വെക്കും. ആരെയും തൊടാൻ അനുവദിക്കില്ല. നിങ്ങളൊക്കെ പഴയ കാലങ്ങളിലേക്കൊന്ന് ചിന്തിച്ച് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ കുറേ കാലം കാത്തിരുന്ന് കിട്ടുന്നതിന് വലിയ വിലയുണ്ട്. ഒരു ബൈക്കിന് വേണ്ടി കാത്തിരുന്ന്, ഒരു പഴയ കാറിന് വേണ്ടി കാത്തിരുന്ന് അത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വിലയാണത്. പക്ഷേ മറിച്ചാണെങ്കിലോ, ചോദിക്കുമ്പോൾ തന്നെ മേടിച്ചു തരുമെങ്കിലോ, ചോദിക്കുമ്പോൾ തന്നെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലോ നമുക്കതിനോടൊന്നും ഒരു താല്പര്യവും തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കോഴിമുട്ടയിൽ നിന്ന് ഒരു കോഴിക്കുഞ്ഞ് പുറത്തു വരാൻ 21 ദിവസം മതി. എന്നാൽ ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് ഒരു മനുഷ്യക്കുഞ്ഞ് പുറത്തു വരാൻ 9 മാസങ്ങൾ ആവശ്യമുണ്ട്. എന്തിനാ ഇത്രയും കാലമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്തിനാ 9 മാസം? ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഒരു 3 മാസം കൊണ്ട്, ഒരു 30 ദിവസം കൊണ്ടൊക്കെ വേണമെങ്കിൽ ഒരു മനുഷ്യക്കുഞ്ഞിനെയും ദൈവത്തിന് ഒരമ്മയുടെ ഉദരത്തിൽ തയ്യാറാക്കാമായിരുന്നു. പക്ഷേ ഈ നീണ്ട കാലങ്ങൾ ഈ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഒരു ആഴമായ ബന്ധം അവിടെ ഏർപ്പെടുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം അത്രയും കാലം ഈ കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ അവിടെ കിടത്താൻ അനുവദിക്കുന്നത്. 6-ാം മാസത്തിൽ ഈ അമ്മ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അമ്മയുടെ ജീവിതം മുഴുവൻ കാത്തിരിപ്പാണ്. എൻ്റെ മകൻ്റെ മുഖം, എൻ്റെ മകളുടെ മുഖം എന്നെനിക്ക് കാണാൻ പറ്റും. 3 മാസമാകുമ്പോൾ, 4 മാസമാകുമ്പോൾ, 5, 6, 7, 8, 9 മാസത്തിലൊക്കെ അമ്മ എണ്ണി കാത്തിരിക്കും. എന്തിനു വേണ്ടി? എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടി. കാത്തിരിപ്പ് പ്രിയപ്പെട്ടവരെ കിട്ടുന്നതിന് വില കൂട്ടും. അങ്ങനെ 9 മാസം കഴിയുമ്പോൾ ഈ അമ്മ പ്രസവിക്കുന്നു. ഈ അമ്മയ്ക്കും കുഞ്ഞിനും ഇടയ്ക്ക് ഈ 9 മാസത്തെ കാലം ഒരു വലിയ ബന്ധം ഉണ്ടാക്കിയെടുക്കും. അതാണ് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാത്തിരുന്ന് കിട്ടുന്നതിനൊക്കെ ഒരു വലിയ വിലയുണ്ടെന്നറിയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മകള് 14 വയസ്സുള്ള കുഞ്ഞ് 10ാം ക്ലാസ് പാസ്സായി നല്ല മാർക്കോടെ, നിങ്ങൾ നല്ല സമ്പന്നരാണെന്ന് വിചാരിക്കുക. അവൾ വന്ന് ചോദിക്കുന്നു, ഡാഡി 10ാം ക്ലാസ്സിൽ എനിക്ക് നല്ല മാർക്കോടെ പാസ്സായി, SSLCക്ക് എനിക്കൊരു സ്കൂട്ടി വാങ്ങിച്ചു തരണം. 14 വയസ്സേ കുട്ടിക്കുള്ളൂ. കുഞ്ഞിന് 14 വയസ്സേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് 1 അല്ല 9 സ്കൂട്ടി വാങ്ങിച്ചു കൊടുക്കാനുള്ള സമ്പത്തുമുണ്ട്. ബുദ്ധിയും വിവേകമുള്ള എത്ര കാരണവന്മാർ ഈ 14 വയസ്സുള്ള പെൺകുട്ടിക്ക് ഒരു സ്കൂട്ടി വാങ്ങിച്ചു കൊടുക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളിൽ പലരും ഇപ്പോൾ അതിന് ഉത്തരം കൊടുക്കില്ല. കാരണം നിങ്ങൾ ഓൾറെഡി വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ട്രാഫിക് റൂൾസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മൈനറായ 18 വയസ്സിന് താഴെയുള്ള മക്കൾ വാഹനമോടിച്ച് ആക്സിഡൻ്റ് ഉണ്ടാക്കിയാൽ ആ കുഞ്ഞുങ്ങളെ അല്ല അറസ്റ്റ് ചെയ്യുന്നത്, പകരം അപ്പനെ അമ്മയാണ്. കാരണം ഈ 18 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ ഈ വാഹനമാണ്ട് എന്താണ് അതിനെ ഉപയോഗിക്കാനുള്ള അവർക്കൊരു ഒരു 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 മാനസികമോ ശാരീരികമായിട്ടുള്ള കഴിവില്ല അതിനെ യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് കിട്ടുന്നതിനെ അതിൻ്റെ വില അനുസരിച്ച് അതിനെ ശരിയായി ഉപയോഗിക്കാനുള്ള മാനസിക അവസ്ഥ, ശാരീരിക അവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും പലപ്പോഴും നമുക്കത് താമസിച്ച് കിട്ടുമ്പോൾ, ലേറ്റ് ആകുമ്പോൾ, കിട്ടാതിരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും. പക്ഷേ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. കൃത്യമായ സമയത്ത്, നിനക്കാവശ്യമുള്ള സമയത്ത് ദൈവം അതെല്ലാം നിനക്ക് ചേർത്ത് വെച്ച് തരും. പ്രൈസ് ഒരു വലിയ പ്രശസ്തനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ എഴുതിയത് ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നു. അദ്ദേഹം ഇന്നൊരു വലിയ പ്രശസ്തനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ ബാല്യകാലം വളരെ സാമ്പത്തികമായ പരാധീനതകളുടെ കാലമായിരുന്നു. ഭക്ഷണത്തിന് പോലും ഇല്ലാത്തൊരു കാലം. അപ്പോൾ വലിയ വിശ്വാസികളാണ്. അമ്മ വലിയ വിശ്വാസി, മക്കളൊക്കെ വിശ്വാസി. എല്ലാ ദിവസവും വൈകിട്ട് ഈ അമ്മ ഈ കുഞ്ഞുങ്ങളെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് മുൻപിൽ മുട്ടുകുത്തി കൈ കൂപ്പി പിടിപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരിക്കലും തന്നെ 3 നേരം ഭക്ഷണം തികച്ച് കഴിക്കാൻ കഴിയാത്തൊരു കുടുംബം. അപ്പോൾ ഇന്ന് പ്രശസ്തനായ ഈ വ്യക്തി അന്നൊരു കുഞ്ഞാണ്. അങ്ങനെ ഈ കുഞ്ഞൊരിക്കൽ അമ്മയോട് ചോദിച്ച, അമ്മേ, എത്രയോ നാളായി നമ്മൾ പ്രാർത്ഥിക്കുന്നു, എന്താ അമ്മേ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തത്? 3 നേരം തികച്ചുണ്ണാൻ പോലും നമുക്ക് പറ്റുന്നില്ലല്ലോ. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഈ അമ്മ ഈ മകനോട് പറഞ്ഞ ഒരു ഉത്തരം ഇതാണ്: മോനെ, ദൈവം എല്ലാവർക്കും ഓരോരുത്തർക്കും കൊടുത്തു വരുന്നതേ ഉള്ളൂ. നമ്മളെക്കാളും ആവശ്യമുള്ളവരുണ്ട്, നമ്മളെക്കാളും പ്രതിസന്ധിയിലുള്ളവരുണ്ട്. ദൈവം അവർക്കൊക്കെ കൊടുത്തു വരുന്നതേ ഉള്ളൂ. നമുക്ക് ദൈവം കൊണ്ടുവന്ന് തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊരു വലിയ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട സമയത്ത് ദൈവം തരും. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറില്ലേ? അബ്രാഹത്തിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ എന്നൊക്കെ. ഇസഹാക്കിൻ്റെ ദൈവം പ്രിയപ്പെട്ടവരെ അവസാന നിമിഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവമാണ്. മരണത്തിൻ്റെ ആ ഒരു ജീവിതം നശിച്ചു, ഇനി ജീവിതമില്ല എന്ന് കരുതുന്ന നിമിഷത്തിൽ കൈവിടാതെ ചാടിപ്പിടിക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നീ ആത്മഹത്യയുടെ പരിസ്ഥിതിയിലായിരിക്കും, കടബാധ്യത മൂടി ജീവിതം വഴിമുട്ടിയ നിലയിലായിരിക്കും, രോഗത്തിൻ്റെ അവസ്ഥയിൽ, മരണകരമായ അവസ്ഥയിലായിരിക്കും. എന്തും ആയിക്കോട്ടെ, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, ദൈവം നിന്നെ കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു ആഴമായ വിശ്വാസത്തിലേക്ക് നമുക്ക് വളരാം. പ്രിയപ്പെട്ടവരെ, ഇനി ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഒരു കാലം നമുക്ക് മാനസാന്തരത്തിന് മുൻപുള്ളൊരു കാലമുണ്ട്. പലരും ധ്യാനങ്ങൾക്കൊക്കെ കൂടി മാനസാന്തരപ്പെട്ടു. ഇപ്പോൾ എന്നാൽ ധ്യാനം കൂടാതെ മാനസാന്തരപ്പെടാതെ പാപത്തിൽ ജീവിരുന്ന ഒരു കാലമുണ്ട്. അന്ന് നുണ പറയുമായിരുന്നു, അന്ന് മദ്യപിക്കുമായിരുന്നു, അന്ന് പുകവലിക്കുമായിരുന്നു, എല്ലാം ചെയ്യായിരുന്നു. അന്ന് മദ്യപിക്കുക, അന്ന് അതൊന്നും പ്രോബ്ലമില്ല, അന്നൊരു പ്രശ്നമല്ല. പക്ഷേ ഇപ്പോൾ ധ്യാനമൊക്കെ കൂടി നുണ പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ തീരുമാനങ്ങളെടുത്തു. അപ്പോൾ ചിലരുടെ ഒരു സംശയം, എൻ്റെ അച്ഛാ, ഇപ്പം ഞങ്ങൾ ധ്യാനം കൂടി നുണ പറയാൻ വേണ്ടാന്നൊക്കെ തീരുമാനം എടുത്തു, പക്ഷേ എന്നാലും ഞങ്ങൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ച് ദൈവത്തിലേക്കൊക്കെ അടുത്തിട്ട് പലപ്പോഴും ഞങ്ങളെ പിടിക്കപ്പെടുന്ന വഴിമുട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് ദൈവം കൊണ്ടുവരുന്നത്? ഇത് വേറൊരു ചോദ്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒത്തിരി ഒരു 5 ലക്ഷം രൂപ കടബാധ്യത ഉണ്ടെന്ന് ഓർക്കുക. 5 ലക്ഷം രൂപ കടബാധ്യതയുണ്ട്. അപ്പം ഞാൻ ധ്യാനമൊക്കെ കൂടി നവീകരണത്തിൽ വരുന്നതിന് മുൻപ് കടക്കാരൻ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ കൊച്ചിനടുത്ത് ഫോൺ കൊടുക്കും. എന്നിട്ട് മോളോട് പറയും, മോളെ, ചേട്ടനോട് പറ, അങ്കിളിനോട് പറ, ഡാഡി ഇല്ല, ഡാഡി ഹൈദരാബാദിന് പോയെന്ന് പറയും. അതൊരു നുണയാണ്, ഡാഡി വീട്ടിലുണ്ട്. അപ്പോൾ കുഞ്ഞ് ഫോൺ എടുത്തിട്ട് പറയും, അങ്കിൾ ഡാഡി ഇല്ല, ഡാഡി ഹൈദരാബാദിൽ പോയി 10 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. സോ എനിക്കങ്ങനെ രക്ഷപ്പെടാവിടുന്നു. അത് ധ്യാനം കൂടുന്നതിന് മുമ്പുള്ളൊരു കാലം. പക്ഷേ ഇപ്പോൾ ധ്യാനം കൂടി നവീകരണത്തിൽ വന്നു, നുണ പറയില്ല, പ്രാർത്ഥനയിൽ ദൈവത്തോടൊക്കെ അടുത്തു. പക്ഷെ കടബാധ്യത മാറ്റം വന്നിട്ടില്ല. ഈ കടക്കാരൻ വീട്ടിൽ വിളിക്കും. അപ്പോൾ എനിക്ക് നുണ പറയാൻ പറ്റില്ല. ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ കടക്കാരൻ വരും, വീട്ടിൽ സീനാവും, പ്രശ്നങ്ങളാവും. അപ്പോൾ പലരും ചോദിക്കുന്നത്, എൻ്റെ അച്ഛാ, ദൈവത്തിന് ഇതൊക്കെ സാധിക്കുകയില്ല, ദൈവം ഇങ്ങനെ ഞങ്ങളെ പിടിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വിട്ടുകൊടുക്കുന്നത് എന്താ? പ്രിയപ്പെട്ടവരെ, അതിന് വിശുദ്ധ ഗ്രന്ഥമാണ് നമുക്ക്, പ്രത്യേകിച്ച് പുറപ്പാടിൻ്റെ പുസ്തകം നമുക്ക് ഉത്തരം തരുന്നുണ്ട്. കർത്താവ് ഈ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുമ്പോൾ, നമുക്ക് ഇന്നൊക്കെ നമ്മൾ ഗൂഗിൾ സെർച്ച് മാപ്പൊക്കെ ഉണ്ട്. അന്ന് കർത്താവ് ഇങ്ങനെ പറയുക മോശയോട്, ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ മോശ ലെഫ്റ്റ് പോകും, റൈറ്റ് എന്ന് പറയുമ്പോൾ മോശ റൈറ്റ് പോകും. അപ്പോൾ അങ്ങനെ ജനത്തെ കർത്താവ് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇവിടെ പാളയം അടിച്ചോ, ഇവിടെ നിങ്ങൾ ടെൻ്റ് അടിച്ച് കുറച്ച് ദിവസം ഇവിടെ താമസിച്ചോ. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിലാണ് കാണുന്നത്.
ഇസ്രായേൽക്കാരോട് പറയുക, നിങ്ങൾ പിന്തിരിഞ്ഞ് പിഹഹിറോത്തിനും മുൻപിലും മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽസഫോൻ്റെ എതിർവശത്ത് പാളയമടിക്കുക. അതിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു വശത്ത് ചെങ്കടൽ, ഒരു വശത്ത്, രണ്ട് വശത്ത് വലിയ പർവ്വതങ്ങളാണ്. ഒരു വശത്ത് കടൽ, രണ്ട് വശത്ത് പർവ്വതങ്ങൾ. ഇവർ ഈ ഇപ്പോൾ 3 വശങ്ങളും അടയപ്പെട്ടു. 4-ാമത്തെ വശത്തു നിന്നാണ് ഇവർ വരുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞ് കടലിൻ്റെ അടുത്ത്, കടൽ തീരത്ത് അങ്ങോട്ട് പാളയം അടിച്ചു. മുൻപിൽ കടലാണ്, രണ്ട് വശത്തും വലിയ പർവ്വതങ്ങളാണ്. രക്ഷപ്പെടാൻ മാർഗമില്ലാത്തൊരു സ്ഥലമാണ്. അവിടെ കൊണ്ട് ദൈവം ഇവരെ പാളയം അടുപ്പിച്ചു. എന്നിട്ട് നമ്മൾ ബാക്കി വായിക്കുകയാണ്. പുറപ്പാട് 14:4 ഇസ്രായേൽക്കാരെ അനുധാവനം ചെയ്യാൻ തക്കവിധം ഫറവോയെ ഞാൻ കഠിനചിത്തനാക്കും. 14:8 ഈജിപ്തിലെ രാജാവായ ഫറവോയെ കർത്താവ് കഠിനചിത്തനാക്കി. ദൈവം തന്നെ മോശയോട് പറഞ്ഞു, മോശ നിങ്ങൾ ഇവിടെ പാളയം അടിച്ചു. എന്നിട്ട് ഈ ദൈവം എന്നാ ചെയ്തെന്നറിയാവോ? ദൈവം ഫറവോയോട് പറഞ്ഞു, ഫറവോ നോക്കിക്കേ, ഇപ്പോൾ പോയി അവരെ പിടിക്കാം. കാരണം അവർ വഴിമുട്ടി നിൽക്കുക. ഒരു വശത്ത് കടൽ, രണ്ട് വശത്ത് പർവ്വതം. നീ ഇപ്പോൾ പോയി അവരെ പിടിച്ചോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്കി ദൈവം കാണിച്ച പണിയുണ്ടോ? ഹല്ലേലൂയ. ജനം നോക്കുമ്പോൾ പുറകിലിതാ ഫറവോയും സൈന്യം വരുന്നു. ജനം പേടിച്ചു. എൻ്റെ കർത്താവേ, ഞങ്ങൾ ഈജിപ്തിൽ കിടന്നവരല്ലേ, നീ എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്നേ? മോശയ്ക്കെതിരായിട്ട് ജനം പെറുപെറുത്തു. ഫറവോ ഇപ്പം വന്ന് ഞങ്ങളെ കൊല്ലും. മോശയും ഹൃദയം തകർന്നുപോയി, മനം മടുത്തുപോയി. എൻ്റെ ദൈവമേ, എന്നാലും നീ ഈ ചതി ഞങ്ങളോട് ചെയ്തല്ലോ, നീ ചതി ചെയ്തല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ. അങ്ങനെ വന്ന ഈ മുഴുവൻ ഫറവോയെയും അവൻ്റെ സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കൊന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിൻ്റെ ജീവിതം ഇങ്ങനെ ദൈവം ഒരു കുടുക്കിൽ കൊണ്ടുപോയി നിന്നെ ചാടിക്കുന്ന പരിസ്ഥിതി എത്തുമ്പോഴും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ ശത്രുക്കളെ നിത്യമായി നശിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. ഇപ്പോഴൊക്കെയാണ് AK-47 ഉള്ള ഒരൊറ്റ തോക്കിൽ നിന്ന് ഒരേ സമയം 100 കണക്കിന് ബുള്ളറ്റുകൾ പോവും. പണ്ട് കാലത്ത് അങ്ങനെയല്ലേ, ഇരട്ടക്കുഴലൻ തോക്കാണ്, 2 ബുള്ളറ്റ് മാത്രമേ പോവുള്ളൂ. അന്ന് പണ്ട് കാലത്തൊക്കെ സിംഹത്തെയും പുലിയെയൊക്കെ പിടിക്കാൻ ആളുകൾ ഉപയോഗിച്ചിരുന്ന തന്ത്രമുണ്ട്. കാരണം തോക്കിൽ നിന്ന് ഒരേ സമയം 2 വെടിയേ പോകുള്ളൂ. അതിന് ഈ സിംഹം ചത്തില്ലെങ്കിൽ ഈ വെടിവെക്കുന്നവനെ സിംഹം പിടിക്കും, അല്ലെങ്കിൽ പുലി പിടിക്കും. അതുകൊണ്ട് അതിനുവേണ്ടി ഇവർ പ്ലാൻ ചെയ്തൊരു പദ്ധതി ഇങ്ങനെയാണ്. മരത്തിന് മുകളിൽ കയറിയിരിക്കും, എന്നിട്ടൊരു ആടിനെ ഈ മരത്തിൻ്റെ ചോട്ടിൽ കെട്ടും. ഈ ആടിൻ്റെ കരയുന്ന ഒച്ച കേട്ട് സിംഹവും പുലിയൊക്കെ വരും. എന്നിട്ട് അത് വന്നിട്ട് ഈ സിംഹവും പുലിയൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, ഒറ്റ ചാട്ടത്തിന് പിടിക്കുകയില്ല, പതുക്കെ അവിടെ ഇരിക്കും. എന്നിട്ട് ഈ ആടിനെ ഒന്ന് മാന്തും, ഒന്ന് തൊടും, പതുക്കെ ഒന്ന് കളിപ്പിക്കും, എന്നിട്ടാണ് പിടിക്കുന്നത്. ഈ സമയത്തിന് മുകളിലിരുന്ന്, മരത്തിന് മുകളിലിരുന്ന് ഈ വേട്ടക്കാരൻ കൃത്യം പോയിന്റ് ചെയ്ത് ഷൂട്ട് ചെയ്യും. 2 വെടിക്ക് അവനെ കൊല്ലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ പലപ്പോഴും ഈ അനുഭവങ്ങൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. പിടിക്കപ്പെട്ടു എന്ന് കരുതുന്ന നിമിഷം, നശിച്ചു എന്ന് കരുതുന്ന നിമിഷം, ജീവിതം കൈവിട്ടു എന്ന് കരുതുന്ന നിമിഷം, കർത്താവെ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടു പോയല്ലോ എന്ന് കരുതുന്ന നിമിഷം, കർത്താവെ ഞാനിന്ന് നവീകരണത്തിലേക്ക് വന്നിട്ട് നീ എന്നെ രക്ഷിക്കുന്നില്ലല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെയാണല്ലോ എന്ന് കരുതിയെന്നൊക്കെ നിമിഷങ്ങൾ. പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെയുണ്ട്. നിൻ്റെ ശത്രുക്കളെ എന്നേക്കുമായി നിന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി ഇത് ദൈവം പ്ലാൻ ചെയ്തതാണെന്ന് അറിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വലിയ തീക്ഷ്ണതയോടെ, നിരന്തരമായി, സ്ഥിരതയോടെ പ്രാർത്ഥനയിൽ ജീവിക്കാം. കർത്താവ് നമ്മളെ കൈവിടുന്ന ദൈവമല്ല, ദൈവം ഇമ്മാനുവലാണ്. കൂടെ ജീവിക്കുന്നവൻ, കൂടെ വസിക്കുന്നവൻ, കൂടെ നടക്കുന്നവൻ, സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്നവൻ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. സ്നേഹം തന്നെയായ നല്ല ദൈവമേ, ഈ വലിയ കൃപയുടെ നിമിഷത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ നീ ആയിരുന്നല്ലോ, നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ കർത്താവേ. 1000 കൃപയും 1000 ആരാധനയും നന്ദിയും സ്തോത്രവും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ഈശോയെ, കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ. വിശുദ്ധിയിൽ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ. ആണിപ്പഴുതുകളുള്ള അനുഗ്രഹത്തിൻ്റെ വലതുകരം ഇപ്പോൾ ഞങ്ങളുടെ മേൽ നീട്ടിപ്പിടിക്കണമേ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, തഴക്കദോഷങ്ങളിലുള്ളവർക്ക് വിടുതൽ നൽകണമേ. കർത്താവെ, കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ, വ്യക്തികളെ, സമൂഹങ്ങളെയൊക്കെ കർത്താവെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ മധ്യസ്ഥം ഞങ്ങൾക്ക് എപ്പോഴും ശക്തമായ മധ്യസ്ഥത്തിൻ്റെ കോട്ടയായി മാറട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്.